പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കും. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ട കോൺഗ്രസ് എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഓഗസ്റ്റ് 21 വരെയാണ് വർഷകാല സമ്മേളനം. ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങളുമായി. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ വർഷകാല സമ്മേളനം എത്രത്തോളം പ്രക്ഷുബ്ധമായിരിക്കും? പല കാര്യങ്ങളും നേരിട്ട് വിശദീകരണം നൽകണം, അവതരിപ്പിക്കണം എന്ന ആവശ്യം പ്രതിപക്ഷത്തിനുണ്ടല്ലോ. മോത്തി, ഇന്ന് ഈ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉണ്ടായിരിക്കുന്ന ഇൻ്റലിജൻസ് വീഴ്ച, അതുപോലെ തന്നെ ഈ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടുവെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും കോൺഗ്രസ് എംപിമാർ ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതായത് സഭയുടെ മറ്റ് നടപടികളെല്ലാം നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സർവകക്ഷി യോഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി സർക്കാർ തയ്യാറാണ് എന്നതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങളിലൊക്കെ വിശദീകരണം നൽകണമെന്നതാണ്. നയതന്ത്ര തലത്തിലൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വിശദീകരണം നൽകുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പകരം വിദേശകാര്യമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഈ വിശദീകരണം നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. അതിൽ പ്രതിപക്ഷം തൃപ്തരാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യസഭയിൽ മുസ്ലിം ലീഗിൻ്റെ എംപിയായ ഹാരിസ് ബീരാനും ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ഈ ബുൾഡോസർ നീതി, അഥവാ അവരുടെ വീടുകൾ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളും മറ്റും ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സഭാ നടപടികൾ ഇന്ന് സുഗമമായി നടക്കുവാനുള്ള സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ സർക്കാരിനെ ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ പ്രതിരോധത്തിലാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഈ വർഷകാല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പാർലമെന്റിൽ എത്തിച്ചേരുന്നതായിരിക്കും. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസഭയിൽ പുതുതായി നോമിനേറ്റ് ചെയ്യപ്പെട്ട സി സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും. രാവിലെ 11 മണിക്ക് രാജ്യസഭയിലാണ് സി സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്.